ഇറാനെതിരായ അമേരിക്കൻ ആക്രമണം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് ഒരു മൂന്നാം കക്ഷി മുഖേന ഇറാനെ അറിയിച്ചതായി അൽ മയാദീൻ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഏതൊരു ആക്രമണത്തെയും നേരിടാൻ സുസജ്ജമാണ് ഞങ്ങളെന്ന് ഇറാനും പ്രഖ്യാപിക്കുകയുണ്ടായി. മാത്രമല്ല, ഞങ്ങളുടെ ചുറ്റും തമ്പടിച്ചിരിക്കുന്ന അമേരിക്കൻ സൈനികർ വാലു ചുരുട്ടി ഓടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നുകൂടെ ഇറാൻ ഇപ്പോൾ പറയുകയുണ്ടായി. അതേസമയം ഫ്രാൻസ് പറയുന്നു, ഇറാനിലുള്ള സൈനിക നടപടി ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ട കാര്യമല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിൽ പങ്കെടുക്കാൻ തയ്യാറല്ല എന്ന സൂചനയാണ് ഇമ്മാനുവൽ മാക്രോൺ നൽകുന്നത്. അതേസമയത്ത് ബ്രിട്ടൻ ഇന്ന് അവരുടെ ടൈഫോൺ യുദ്ധവിമാനങ്ങൾ ഖത്തറിലെ ഉദൈദിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന വാർത്ത വരുന്നു. എന്തിനായിരിക്കും ബ്രിട്ടൻ ഈ യുദ്ധവിമാനങ്ങൾ ഖത്തറിൽ എത്തിച്ചത്? ഇറാനെതിരായ അമേരിക്കൻ ഇസ്രയേൽ യുദ്ധത്തിൽ ബ്രിട്ടൻ പങ്കെടുക്കുമോ? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഖത്തറിൽ ഈ യുദ്ധവിമാനങ്ങൾ ഇറക്കിയത് നേരിട്ട് ആക്രമണത്തിൽ പങ്കെടുക്കുന്നു എന്നതിന്റെ സൂചനയല്ല, നേരെ മറിച്ച് ഇസ്രയേലിനെതിരെ ഇറാൻ വർഷിച്ചേക്കാവുന്ന മിസൈലുകൾ ഇതിനെ അന്തരീക്ഷത്തിൽ വെച്ച് തടുക്കുക എന്നതാണ് ഈ യുദ്ധവിമാനങ്ങളുടെ ലക്ഷ്യം. മുമ്പും ഇറാൻ ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുമ്പോൾ ബ്രിട്ടന്റെ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വെച്ച് ക്രൂസ് മിസൈലുകളും ഡ്രോണുകളും തകർത്തിരുന്നു. അതേസമയത്ത് ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കുക എന്നത് അന്തരീക്ഷത്തിൽ ഒരു യുദ്ധവിമാനത്തിന് അതിനെ തകർക്കുക എന്നത് സാധ്യമല്ല. കാരണം ഔട്ടർ സ്പേസിലൂടെയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ പോവുക. അതേസമയത്ത് ക്രൂസ് മിസൈലുകളെയും അതോടൊപ്പം തന്നെ ഡ്രോണുകളെയും തടുക്കുക എന്നത് യുദ്ധവിമാനത്തിന് സാധിക്കും. പക്ഷേ വലിയ ചെലവ് വരുന്ന കാര്യമാണ്. എങ്കിൽ പോലും ഇറാന്റെ ആദ്യ ആക്രമണത്തെ പരാജയപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, ഈ ആക്രമണം തടയുകയാണെങ്കിൽ മാത്രമേ ഇറാനിലുള്ള അമേരിക്കൻ ഇസ്രയേൽ ആക്രമണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇറാൻ ആദ്യത്തെ ആക്രമണത്തിൽ ലക്ഷ്യമിടുന്നത് സൈനിക കമാൻഡ്, അതുപോലെ തന്നെ സൈനിക ബേസുകൾ തുടങ്ങിയ പ്രധാനപ്പെട്ട സെൻസിറ്റീവായ ഏരിയകളായിരിക്കും. ഈ ഏരിയകൾ സമയം കുറച്ചുകൂടെ പിടിച്ചു നിൽക്കാതിരുന്നാൽ യുദ്ധം മുന്നോട്ട് കൊണ്ടാകാൻ കഴിയില്ല. അതേസമയത്ത് ആദ്യം ഇറാന്റെ ഇത്തരത്തിലുള്ള സെൻസിറ്റീവായ ഏരിയകൾ തകർത്തതിനു ശേഷം, അവരുടെ റഡാറുകൾ തകർത്തതിന് ശേഷമായിരിക്കണം ഇറാന്റെ ഭാഗത്തുള്ള ആക്രമണങ്ങൾ വരുന്നത്. നേരെ മറിച്ച് ഇറാന്റെ ആദ്യ ആക്രമണം ഇസ്രയേലിൽ അത് കൃത്യമായി പതിച്ചു കഴിഞ്ഞാൽ തന്ത്രപ്രധാനമായ നീക്കങ്ങളെല്ലാം പരാജയപ്പെടും. അത് ഇറാന് മുന്നിൽ പരാജയം സമ്മതിക്കുന്നതിന് തുല്യമായിരിക്കും. പിന്നീട് യുദ്ധം കണ്ടിന്യൂ ചെയ്യാൻ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഏറ്റുമുട്ടലിൽ ഇറാനെ തകർക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യത്തെ ഘട്ടത്തിലുള്ള ഇറാന്റെ ആക്രമണങ്ങൾ തടയുകയും ചെയ്യണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ അമേരിക്കയുടെയും അതുപോലെ തന്നെ ബ്രിട്ടന്റെയും ഒക്കെ യുദ്ധവിമാനങ്ങൾ ജോർദാനിലും അതുപോലെ തന്നെ ഖത്തറിലും അതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമല്ല എങ്കിൽ ഒരുപക്ഷെ ഇറാൻ മുൻകൂർ ആക്രമണം നടത്തുമോ എന്ന ആശങ്കയും ഇസ്രയേലിനുണ്ട്. ഇസ്രയേൽ പത്രം അങ്ങനെ ഒരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇറാന് മുന്നിൽ അമേരിക്ക ഇന്ന് ആക്രമണം നടത്തുമെന്ന ധാരണയുണ്ട്. ആ ധാരണ വെച്ച് ഇറാൻ ഒരുപക്ഷെ മുൻകൂർ ആക്രമണം ഇസ്രയേലിന് നേരെ നടത്താൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനുവേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും ഇസ്രയേൽ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇസ്രയേലിന്റെ ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായിരുന്നാലും അങ്ങനെയുള്ള ഒരു മുൻകൂർ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ തടയുക എന്നതൊക്കെ ഈ ഒരു ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങളുടെ ലക്ഷ്യമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.